ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത ഹണ്ട് എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അടഞ്ഞു കിടക്കുന്ന ഒരു മോർച്ചറിക്കുള്ളിലേക്ക് ആരോ ഒരു പെൺകുട്ടിയെ വലിച്ചുകൊണ്ട് പോകുന്നതാണ്. അവളുടെ നിലവിളി ആ മോർച്ചറിയിൽ എങ്ങും തന്നെ കേൾക്കാം. പിന്നീട് കാണിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ഹോസ്പിറ്റലാണ്. അവിടെ പുറത്തെങ്ങും തന്നെ ആൾക്കാർ ബഹളം ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നു. SI ശ്യാംലാലിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കസ്റ്റഡിയിൽ വെച്ചിട്ട് ഒരു പ്രതിയെ ക്രൂരമായി മർദ്ദിച്ച് അയാളെ മരണത്തിന് വിട്ടുകൊടുത്ത പോലീസുകാരനായിരുന്നു ഈ ശ്യാംലാല്. ആ പ്രതിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പോറ്റി എന്ന ഡോക്ടറും നായികയെ കീർത്തിയും ചേർന്നിട്ടാണ്. അവൾ അവിടുത്തെ PG റെസിഡന്റ് ആയിരുന്നു. അയാളുടെ ക്രൂരമർദ്ദനങ്ങളെ പറ്റിയെല്ലാം മനസ്സിലാക്കിയതോടുകൂടി കീർത്തിയും പോറ്റിയും ചേർന്നിട്ട് ശ്യാംലാലിനോട് പറയുന്നുണ്ട് ഇതെല്ലാം പുറത്തുവിട്ടെങ്കിലേ പറ്റൂന്ന്. കാര്യങ്ങൾ പുറത്തുവിടരുതെന്ന് അയാൾ റിക്വസ്റ്റ് ചെയ്യുന്നു. എന്നാൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പോലീസ് ഫോഴ്സിൽ ഇരിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പോറ്റി പറയുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ശശീന്ദ്രൻ മുല്ലക്കൽ എന്ന ഹോം മിനിസ്റ്ററെയാണ്. വരാൻ പോകുന്ന ഇലക്ഷനിലും അയാളെ തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ട് തന്റെ PR ടീമിനെ വെച്ചിട്ട് അയാളെ കുറിച്ച് വർക്കുകളൊക്കെ ചെയ്യുന്നു. നാട്ടിൽ ഒരുപാട് വിദ്യാലയങ്ങൾ കിട്ടിയെന്നും ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് ഹൃദയ ശസ്ത്രക്രിയ ചെയ്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളാണ് പുറത്തുവിടാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അയാൾ ചെയ്തു പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ നമ്മുടെ PR വർക്ക് മാത്രം പോരാ, ഓപ്പോസിറ്റ് നിൽക്കുന്ന കക്ഷിയുടെ പോരായ്മകളെല്ലാം തന്നെ എടുത്തു കാണിക്കണമെന്നും അവൻ പണ്ട് ചെയ്ത ക്രൈമുകളെല്ലാം തന്നെ കുത്തിപ്പൊക്കണമെന്ന് അയാൾ പറയുന്നു. അയാളുടെ ഓപ്പോസിറ്റ് മത്സരിക്കുന്നത് തോമസ് ലൂക്ക എന്ന് പറയുന്ന ആളായിരുന്നു. തോമസ് പണ്ടുപോയി പെട്ടിട്ടുള്ള പെണ്ണുകേസുകളെ പറ്റിയെല്ലാം തന്നെ കുത്തിപ്പൊക്കാൻ ശശീന്ദ്രൻ PR ടീമിനോട് പറയുന്നു. പിന്നീട് വീണ്ടും കീർത്തിയുടെ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ റെബേക്ക എന്ന് പറയുന്ന സ്ത്രീ ആകട്ടെ അവിടേക്ക് ഒരു പാരാസൈക്കോളജിസ്റ്റിനെ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. അയാളുടെ ക്ലാസുകൾ ഇവിടെയുള്ള പലർക്കും ഒരുപാട് ഗുണം ചെയ്യുമെന്നും അവർ പറയുന്നുണ്ട്. ഡോക്ടർ പത്മനാഭ രാമസ്വാമി എന്നായിരുന്നു അയാളുടെ പേര്. എന്നാൽ ഡോക്ടേഴ്സ് ആയിട്ടിരിക്കുന്ന നമ്മൾ തന്നെ ഈ പാരാസൈക്കോളജിയിലൊക്കെ വിശ്വസിക്കുന്നത് ശരിയല്ല എന്ന് കീർത്തി പറയുന്നു. അതിനെപ്പറ്റി അറിയാത്തവർക്ക് അതിനെപ്പറ്റിയുള്ള ക്ലാസുകൾ കേൾക്കുന്നത് നല്ലതാണെന്നാണ് റെബേക്ക പറയുന്നത്. കീർത്തിക്ക് അതിനോട് ഒട്ടും തന്നെ യോജിപ്പുണ്ടായിരുന്നില്ല. ഈ പ്രേതങ്ങൾ ഉണ്ടെന്നൊന്നും തന്നെ അവൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. പാരാസൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതങ്ങൾ മാത്രമല്ല എന്നും അതിൽ വേറെ ഒരുപാട് ഘടകങ്ങളുണ്ടെന്നും അവർ പറയുന്നു. എന്താണെങ്കിലും റെബേക്ക പറഞ്ഞ പ്രകാരം അയാളുടെ പ്രോഗ്രാം അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എല്ലാവരും തന്നെ പങ്കെടുക്കണമെന്നും പറയുന്നു. കൂട്ടത്തിൽ പാരാസൈക്കോളജിയിൽ വിശ്വാസമില്ലാത്തത് കീർത്തിക്കും ഡോക്ടർ ഷാജിക്കുമായിരുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആ പാരാസൈക്കോളജിസ്റ്റായ രാമസ്വാമി അവിടേക്ക് വരുന്നതാണ്. അയാൾ അതിനെപ്പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ വിശ്വാസമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. കൂട്ടത്തിൽ കീർത്തിക്കും ഷാജിക്കുമായിരുന്നല്ലോ വിശ്വാസമില്ലാതിരുന്നത്. ഷാജി കൈപൊക്കുന്ന കണ്ടിട്ട് കീർത്തിയും കൈപൊക്കുന്നുണ്ട്. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ഷാജി പെട്ടെന്ന് കൈ താഴ്ത്തുന്നു. രാമസ്വാമി നോക്കുമ്പോൾ കീർത്തി മാത്രമേ കൈപൊക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. കീർത്തി അയാൾ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇതിലൊന്നും തന്നെ വിശ്വാസമില്ലാന്ന് എനിക്കറിയാം, പക്ഷെ അത് ധൈര്യത്തോടെ തുറന്നു പറയാൻ മനസ്സ് കാണിച്ചത് കീർത്തി മാത്രമാണെന്നാണ് അയാൾ പറയുന്നത്. മറ്റൊരു മീഡിയത്തിന്റെ സഹായമില്ലാതെ മനസ്സും തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് അയാൾ അവളെ വെച്ചിട്ടൊരു എക്സ്പെരിമെന്റ് കാണിക്കുന്നു. അവളെ ഒരു ചെയറിലേക്ക് ഇരുത്തിയ ശേഷം അവളുടെ തോളിലേക്ക് കൈവച്ചിട്ട് വിരലൊന്ന് ഞെടിച്ചതും അവൾ പെട്ടെന്ന് ബോധം കെടുന്നു. അടുത്ത നിമിഷം വിരലൊന്ന് ഞെടിച്ചതും അവൾ ഉണരുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളുടെ സമ്മതത്തോടു കൂടി തന്നെ അവളുടെ കണ്ണുകൾ കെട്ടുന്നു. അതിനുശേഷം എല്ലാവരും കാണെ ബാക്കിൽ ഒരു സ്ക്രീനിൽ അയാൾ ഒരു ദൃശ്യം പ്ലേ ചെയ്യുന്നു. അതൊരു പിക്ചർ ആയിരുന്നു. മഴക്കാറുള്ള ഒരു ദിവസം കായലിന്റെ നടുക്ക് ഒരു തോണി നിൽക്കുന്നതും അതിൽ 2 ആൾക്കാർ നിൽക്കുന്നതും. എന്നിട്ട് സ്റ്റേജിലിരിക്കുന്ന എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾ ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് പകർത്താൻ. അങ്ങനെ കുറച്ചുനേരം എല്ലാവരും കണ്ണടച്ചിരുന്ന് ആ ചിത്രം അവരുടെ മനസ്സിലേക്ക് പകർത്തുന്നു. അതിനുശേഷം അയാൾ കീർത്തിയോട് അവിടെ നിന്നും എഴുന്നേറ്റ് നിന്ന് അവൾ കണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ പറയുന്നു. ആ ചിത്രത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു അവൾ കണ്ണടച്ചിരുന്നപ്പോഴും കണ്ടത്. ആ തോണിയും 2 ആൾക്കാരും ആ കായലും എല്ലാം തന്നെ. അത് കേട്ട് എല്ലാവരും ഷോക്കായിട്ടിരിക്കുകയാണ്. കണ്ണുകൾ അടച്ചിരുന്നിട്ടും ആ ചിത്രത്തെ പറ്റി അവൾക്ക് എങ്ങനെ ഇത്ര വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നു എന്ന് എത്ര ആലോചിച്ചിട്ട് ആർക്കും മനസ്സിലായില്ല. കണ്ണിലെ കെട്ടഴിച്ചിട്ട് അവളെ ആ ചിത്രം കാണിച്ചപ്പോൾ അവളും ഞെട്ടിപ്പോയി. പതി അവൾക്ക് പാരാസൈക്കോളജിയിൽ ചെറിയ വിശ്വാസം വരാൻ തുടങ്ങി. എന്നാൽ മറ്റൊരിടത്ത് ആ പിക്ചറിൽ കാണുന്ന പോലെ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. 2 ആൾക്കാർ മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോൾ അവരുടെ വലയിൽ എന്തോ കുടുങ്ങി. അതൊരു വലിയ വീപ്പയായിരുന്നു. അതുമായിട്ട് അവർ നേരെ കരയിലേക്ക് വന്നു. അതിനുള്ളിൽ എന്താണെന്ന് നോക്കുമ്പോൾ അത് നിറയെ കോൺക്രീറ്റ് നിറച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ആ കോൺക്രീറ്റിനുള്ളിലായിട്ട് ഒരു അസ്ഥികൂടം കൂടി ഉണ്ടായിരുന്നു. സംഭവം അറിഞ്ഞ് പോലീസും നാട്ടുകാരും എല്ലാം തന്നെ അവിടെ കൂടി. പോലീസുകാർ ആ വള്ളക്കാരെ എല്ലാം തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഫോറൻസിക് ടീമായിട്ട് വരുന്നത് പോറ്റിയും നമ്മുടെ കീർത്തിയുമായിരുന്നു. അവർ ആ വീപ്പയിൽ നിന്നും അസ്ഥികൂടം മുഴുവൻ പുറത്തേക്ക് എടുക്കുകയും അതെല്ലാം തന്നെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ആ അസ്ഥികൂടത്തിന്റെ തലയോട്ടിക്കുള്ളിൽ നിന്നും അവർക്കൊരു ടെന്നീസ് ബോൾ ലഭിക്കുന്നു. കൂടുതൽ പരിശോധിക്കുമ്പോൾ അതൊരു സ്ത്രീയുടേതാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന് ഏകദേശം 4 വർഷത്തെ പഴക്കമുണ്ടായിരുന്നു. മരണം സംഭവിക്കുന്ന സമയത്ത് ഏകദേശം 24-25 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നിരിക്കൂ. തലയോട്ടിയുടെ പുറകില് അധികം ഡീപ്പല്ലാത്ത ഒരു പൊട്ടലുണ്ട്. കാലുകൾ 2 മടക്കി ഇടുപ്പിനോട് ചേർത്ത് കെട്ടി ആ വീപ്പയ്ക്കുള്ളിൽ ഇറക്കിയ ശേഷം കോൺക്രീറ്റ് അതിലേക്ക് ഇട്ടതാണ്. ജീവനോട് ഇരിക്കുമ്പോൾ തന്നെയാണ് കോൺക്രീറ്റ് ഇട്ടത്. വായിലും മൂക്കിലും എല്ലാം കോൺക്രീറ്റ് കയറി ശ്വാസം മുട്ടിയുള്ള മരണമാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാരൻ 4 വർഷം മുമ്പ് കാണാതായ മിസ്സിംഗ് കേസുകളുടെ ലിസ്റ്റുകൾ എടുക്കുന്നു. അവർക്ക് അതിൽ നിന്നും 2 വ്യത്യസ്തമായ ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് മെയിലിന്റെയും ഒന്ന് ഫീമെയിലിന്റെയുമാണ്. പിന്നീട് സംശയാസ്പദമായി തോന്നിയത് ആ ടേബിൾ ടെന്നീസ് ബോൾ ആയിരുന്നു. പ്രൊഫഷണൽ പ്ലേയേഴ്സ് എല്ലാം തന്നെ യൂസ് ചെയ്യുന്ന ബോളാണത്. സിയോം 40+ എന്നാണ് അതിനെ സാധാരണ വിളിക്കാറ്. അങ്ങനെ പോലീസുകാരെ കുറച്ച് എവിഡൻസുമായിട്ട് അവിടെ നിന്നും പോകുന്നു. ആ ബോൾ എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് ആ കവറിൽ നിന്നും ബോൾ മാത്രം താഴേക്ക് വീഴുകയും അതുരുണ്ട്
കീർത്തിയുടെ കാലിന്റെ അടുത്തേക്ക് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇവിടെ ഹോം മിനിസ്റ്റർ ആകട്ടെ പോലീസുകാരോട് പറയുന്നുണ്ട് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ കേസുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നും എത്രയും പെട്ടെന്ന് ഇത് സോൾവ് ചെയ്യണമെന്നും. അങ്ങനെ വീപ്പ കൊലക്കേസ് അന്വേഷിക്കാൻ ASI സായറാമിനെയാണ് അവർ നിയോഗിക്കുന്നത്. അതേസമയം പാരാസൈക്കോളജിസ്റ്റ് രാമസ്വാമി ആകട്ടെ തന്റെ ക്ലാസിന്റെ അവസാനത്തെ ദിവസം കുറച്ച് ആൾക്കാരെയും കൂട്ടി ആ ഹോസ്പിറ്റലിന്റെ മറ്റൊരു ഭാഗത്ത് ഒഴിഞ്ഞുകിടക്കുന്ന മോർച്ചറി കെട്ടിടത്തിലേക്ക് വരുന്നു. പണ്ട് അടച്ചുപൂട്ടിയതായതുകൊണ്ട് തന്നെ അവിടെ കാര്യം തന്നെ വരാറില്ലായിരുന്നു. പ്രേതബാധയുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. പലരും കണ്ടിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അത് കാരണം എല്ലാവർക്കും അവിടേക്ക് പോകാൻ പേടിയായിരുന്നു. ആ കെട്ടിടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പിരിറ്റ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു EMF മീറ്ററുമായിട്ട് അയാൾ അകത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി അടുത്ത് വരികയാണെങ്കിൽ ഇതിൽ റീഡിംഗ് കാണിക്കും. താൻ പലതവണയും ഇത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റക്ടർ ആണിത്. അതിപ്പം സ്പിരിറ്റ് തന്നെ വേണമെന്നില്ല. മിന്നലടിച്ചാൽ പോലും ഇതിൽ റീഡിംഗ് കാണിക്കും. എന്നാൽ ഈ സമയത്ത് മിന്നലൊന്നും തന്നെ ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് കീർത്തി പറയുന്നുണ്ട് സാർ ഉള്ളിലേക്ക് പോയിട്ട് ഇതിൽ റീഡിംഗ് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വിശ്വസിച്ചെങ്കിലല്ലേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നില്ല, താൻ തന്നെ പോയി ചെക്ക് ചെയ്യാനാണ് കീർത്തിയോട് അയാൾ പറയുന്നത്. പേടിയാണെങ്കിൽ വേണ്ടെന്ന് പറയുന്നു. എന്നാൽ ആ ഒരു ചലഞ്ച് കീർത്തി ഏറ്റെടുക്കുന്നു. താൻ പോകാമെന്ന് പറയുന്നു. അവളുടെ കൊളീഗായ അരവിന്ദ് ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട് നീ പോകണ്ട എന്ന്. എന്നാൽ അത് കേൾക്കാതെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ അതുമായിട്ട് ഉള്ളിലേക്ക് കടക്കുന്നു. ഉള്ളിലേക്ക് കയറിയതും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇരുട്ടായിരുന്നു അതിനുള്ളിലെല്ലാം തന്നെ. പേടിച്ചാണ് അവൾ അകത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഇവിടെ നിന്നെല്ലാം എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നു. പല വാതിലുകളും തനി തുറക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നു. അവളുടെ അടുത്തേക്ക് ഒരു ബോൾ വരികയും പെട്ടെന്നാരോ അവളുടെ അടുത്തേക്ക് വരുന്ന പോലെ തോന്നുകയും ചെയ്തിട്ട് അവൾ പേടിച്ചുകൊണ്ട് നിലത്തേക്ക് വീഴുകയാണ്. അവളുടെ നിലവിളി കേട്ടിട്ടാണ് എല്ലാവരും അവിടേക്ക് ഓടി വരുന്നത്. അവൾ അബോധാവസ്ഥയിലായിരുന്നു. അവളെ വിളിച്ചെണീപ്പിച്ച് അവിടെ നിന്നും എല്ലാവരും തിരിച്ചുപോയി. രവന്ത് അവളോട് പറയുന്നുണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ട് നീ എന്തിനാ അതിനുള്ളിലേക്ക് കയറാൻ പോയതെന്ന്. പഠിക്കുന്ന കാലം തൊട്ട് കേൾക്കുന്നതാ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. അങ്ങോട്ടേക്ക് ആരും തന്നെ പോകാറില്ല. താൻ കണ്ട കാര്യങ്ങളെ പറ്റി അവൾ അവനോട് പറയുന്നുണ്ട്. അതൊക്കെ നിന്റെ തോന്നലായിരിക്കും എന്നാണ് അവൻ പറയുന്നത്. ഇവിടെ പോലീസുകാർക്ക് ആ ഒരു വീപ്പയിൽ നിന്നും 2 ഫിംഗർ പ്രിന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഒന്ന് മരിച്ച പെൺകുട്ടിയുടേതാകാം, മറ്റേത് കൊലയാളിയുടേതാകാം. രണ്ടുപേരെയും കണ്ടെത്തിയെങ്കിലേ പറ്റൂ. മരിച്ചതാരാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ വീപ്പയാകട്ടെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് സാധനങ്ങളുമായിട്ട് വരുന്നതാണ്. ഇത്തരം മെറ്റീരിയൽസ് ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തണം. ആ ബാരലിന്റെ പുറത്തുണ്ടായിരുന്ന മാനുഫാക്ചറിംഗ് ഡേറ്റും അത് മാനുഫാക്ചർ ചെയ്ത കമ്പനിയൊക്കെ ജാപ്പനീസ് ആയിരുന്നു. ആ ജാപ്പനീസ് കമ്പനിയിൽ നിന്നും സാധനങ്ങൾ നേരിട്ട് അധികമാരും തന്നെ ഇറക്കുമതി ചെയ്യാറില്ല. മിസ്സായ ആൾക്കാരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ഒരുപാട് പേരുണ്ട്. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ മരിച്ചത് ഒരു മലയാളി പെൺകുട്ടി തന്നെയാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താനും പറ്റില്ല. അതുകൊണ്ട് അവരുടെ മാത്രം ലിസ്റ്റ് എടുത്തിട്ടും കാര്യമില്ല. മാത്രമല്ല ഒരുപാട് സെക്സ് റാക്കറ്റുകളുള്ള ഏരിയയുമാണ്. അവർ ആ ജാപ്പനീസ് കമ്പനിയിൽ നിന്നും ബാരൽസ് ഓർഡർ ചെയ്യുന്ന കോൺട്രാക്ടറെ കാണാൻ പോകുന്നുണ്ട്. എന്നാൽ അയാൾ അങ്ങനെ ഇറക്കുമതി ചെയ്യുന്നെങ്കിലും അതെല്ലാം തന്നെ പലയിടത്തേക്കാണ് അയാൾ കൊടുത്തുവിടുന്നത്. അത് കാരണം അയാൾക്ക് അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും തന്നെ പറയാൻ അറിയില്ലായിരുന്നു. പിന്നീട് കാണിക്കുന്നത് കീർത്തി നാട്ടിലേക്ക് പോകുന്നതാണ്. അവളുടെ മരിച്ചുപോയ അനിയന് ബലിയിടാൻ വേണ്ടിയിട്ട് അവൾ കാക്കകളെ വിളിക്കുമ്പോൾ ഒന്നും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവളുടെ അനിയൻ മരിക്കുന്നത്. കാളിദാസ് എന്നായിരുന്നു അവന്റെ പേര്. അവൾ തന്റെ മുത്തശ്ശിയോട് പ്രേതങ്ങളെ പറ്റി ചോദിക്കുന്നു. പ്രേതങ്ങൾ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് നിനക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന്. കുറച്ചൊക്കെ ഉണ്ടെന്ന് അവൾ പറയുന്നു. നീ ദൈവത്തെ കാണാതെ തന്നെ ദൈവത്തെ വിശ്വസിക്കുന്നില്ലേ, അതുപോലെ പ്രേതങ്ങളും ഉണ്ടാകും. അവൾ വീട്ടിൽ നിന്നും തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരികയായിരുന്നു. നടന്നു വരുന്ന വഴിയിലെല്ലാം തന്നെ അവളെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നാൻ തുടങ്ങി. പേടിച്ചു പോയ അവളാകട്ടെ അവിടെ നിന്നും ഓടി നേരെ ഹോസ്റ്റലിലേക്ക് ചെന്ന് കയറുന്നു. അവളുടെ ഫ്രണ്ട് അവളോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. അവിടെ ആരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് കൈ ചൂണ്ടിക്കാണിക്കുന്നു. അവളുടെ ഫ്രണ്ട് പോയി നോക്കുമ്പോൾ അവിടെ എങ്ങും തന്നെ ആരും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ നടക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത കാരണം അവളാകട്ടെ രാമസ്വാമിയെ കാണാൻ തീരുമാനിക്കുന്നു. അയാളുടെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട് കീർത്തിക്ക് ഇതൊക്കെ കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബ്ലെസ്സിംഗ് ആണെന്ന്. ചേർച്ചയുള്ള മനസ്സിനോടാണ് ആത്മാവ് കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അടുത്ത തവണ കാണുമ്പോൾ അതിനെ കണ്ട് പേടിക്കാതെ അതെന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. എന്നിട്ട് അവളുടെ കയ്യിൽ ആ EMF മീറ്ററോ അയാൾ കൊടുക്കുന്നു. അന്നേ ദിവസം രാത്രിയാകട്ടെ അവളുടെ ഫ്രണ്ട് കുളിക്കാൻ വേണ്ടി കയറി. ആ സമയത്ത് അവൾ റൂമിൽ തനിച്ചായിരുന്നു. അവളുടെ ചുറ്റും ആരോ ഉള്ള പോലെ അവൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അവൾ ആ EMF മീറ്റർ എടുത്തിട്ട് റീഡിംഗ് നോക്കാൻ നേരത്ത് അതിൽ റീഡിംഗ് കാണിക്കുന്നുണ്ട്. അതിനർത്ഥം അവിടെ ഒരു സ്പിരിറ്റ് ഉണ്ടെന്നാണ്. ആ സമയത്ത് ആ ടേബിൾ ടെന്നീസ് ബോൾ അവളുടെ അടുത്തേക്ക് ഉരുണ്ടു വരുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം നിന്നെടുത്ത് നിന്നും അവൾ മറ്റൊരിടത്തേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ റൂമിന്റെ വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങിയതും ഒരു ചെറിയ സ്ലിപ്പ് അവളുടെ കാലിന്റെ അടുത്തേക്ക് വന്നു വീഴുന്നു. ബോഡിയുടെ കാലിലും മറ്റും കിട്ടുന്ന തരത്തിലുള്ള സ്ലിപ്പായിരുന്നു അത്. അത് എടുക്കാൻ കുഞ്ഞതും അതൊരു മിന്നാമിനുങ്ങായി മാറുകയും അവൾക്ക് വഴികാട്ടുകയും ചെയ്യുന്നുണ്ട്. ആ മിന്നാമിനുങ്ങിന്റെ പുറകെ പോകുന്ന അവളെത്തുന്നതാകട്ടെ പോറ്റി സാറിന്റെ റൂമിലേക്കാണ്. അവിടെ ഒരുപാട് ട്രോഫീസ് ഇരിപ്പുണ്ടായിരുന്നു. അതിലൊരു ട്രോഫിയുടെ അടുത്തേക്ക് പോയിട്ട് ആ മിന്നാമിനുങ്ങ് നിൽക്കുന്നു. പിങ് പോങ് ടൂർണമെന്റ് 2017 എന്നാണ് എഴുതിയിരുന്നത്. അടുത്ത നിമിഷം തന്നെ അവൾ കണ്ണു തുറക്കുമ്പോൾ അവൾ അവളുടെ റൂമിൽ തന്നെയായിരുന്നു നിൽക്കുന്നത്. അവളുടെ കൂട്ടുകാരിയാകട്ടെ സോപ്പ് എടുക്കാൻ മറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അതായത് സെക്കൻഡുകൾ മാത്രമേ അവിടെ കടന്നു പോയിട്ടുള്ളൂ. ആ ഒരു നിമിഷം കൊണ്ട് അവൾ ഇതെല്ലാം തന്നെ ഹാലൂസിനേറ്റ് ചെയ്യുകയായിരുന്നു. ഇതെല്ലാം തന്നെ ആ ഒരു ആത്മാവിന്റെ പണിയായിരുന്നു. ആ ട്രോഫിക്കും ടൂർണമെന്റിനും എല്ലാം തന്നെ ഇതുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ കോളേജ് മാഗസിനുകൾ എല്ലാം തന്നെ തപ്പിയെടുത്തിട്ട് ആ ട്രോഫി ആരുടേതാണെന്നും ആരാണ് സ്വന്തമാക്കി അവിടെ കൊണ്ട് വെച്ചതെന്നും അന്വേഷിക്കുന്നു. അവസാനം അവൾ ആ പെൺകുട്ടിയെ കണ്ടെത്തി. സാറ എന്നായിരുന്നു അവളുടെ പേര്. ഒരു ടേബിൾ ടെന്നീസ് പ്ലെയർ ആയിരുന്നു അവൾ. ഇതേ കോളേജിൽ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചിരുന്ന പെൺകുട്ടിയാണ് സാറ. ഷാജി ഡോക്ടർ ആകട്ടെ സാറയെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ടായിരുന്നു. അവൾ ഹാലൂസിനേറ്റ് ചെയ്തപ്പോൾ കണ്ട
ആ ഒരു സ്ലിപ്പിന്റെ നമ്പർ വെച്ചിട്ട് അവൾ സെർച്ച് ചെയ്യുമ്പോഴാകട്ടെ ആ കേസ് നേരത്തെ അവൾ അറ്റൻഡ് ചെയ്ത ആ ഒരു അസ്ഥികൂടത്തിന്റെയും വിപിയുടെയും കേസായിരുന്നു. അതിലൂടെ തന്നെ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സാറ തന്നെയായിരിക്കും ആ മരിച്ച പെൺകുട്ടിയെന്ന്. സാറയ്ക്ക് കിട്ടിയതായിരുന്നു ആ ഒരു ട്രോഫി. അവളാണ് അത് ആ ഷോക്കേസിൽ കൊണ്ടുവച്ചത്. അങ്ങനെയാണെങ്കിൽ അവളുടെ ഫിംഗർ പ്രിന്റ് ആ ട്രോഫിയിൽ ഇപ്പോഴും ഉണ്ടാകും. അങ്ങനെ അതിൽ നിന്നും ആ ഫിംഗർ പ്രിന്റ് എടുക്കുന്നുണ്ട്. മാത്രമല്ല ആ വീപ്പിൽ നിന്നും കണ്ടെത്തിയതും മരിച്ച പെൺകുട്ടിയുടെയും കൊലപാതകയുടെയും ഫിംഗർ പ്രിന്റ് ആണല്ലോ. അതുകൊണ്ട് സാറയുടെ ഫിംഗർ പ്രിന്റും ആ വീപ്പിയിലെ പെൺകുട്ടിയുടെ ഫിംഗർ പ്രിന്റും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കാനാണ് അവൾ അതെടുത്തത്. സാറയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അരവിന്ദ് പറയുന്നതായിട്ടാണ് പിന്നീട് കാണിക്കുന്നത്. സാറ കോളേജിലുള്ള സമയത്ത് അരവിന്ദ് അവളുടെ ജൂനിയർ ആയിരുന്നു. അന്ന് കോളേജിലെ പിള്ളേരെ റാഗിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുപോകുന്നത് ആ പഴയ മോർച്ചറിയിലേക്കാണ്. സാറയുടെ ഗ്യാങ്ങില് കുറച്ച് ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഷാനുവും കുഞ്ചറിയാനുമാണ്. ആ പഴയ മോർച്ചറിയിൽ ഒരു ഭാഗത്ത് കൊണ്ടുപോയി ഒരു ചെറിയ ടെന്നീസ് ബോൾ സാറ വെക്കുന്നുണ്ട്. അരവിന്ദനെ ഇവർ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവനോട് പറയുന്നുണ്ട്, നീ ഒന്നും ചെയ്യണ്ട, ആ മോർച്ചറിക്കുള്ളിലേക്ക് പോയിട്ട് ആ ടെന്നീസ് ബോൾ എവിടെയാണോ വെച്ചിരിക്കുന്നത് അത് പോയി കണ്ടെത്തിക്കൊണ്ട് തിരിച്ചു വരണം, അത്രേ ഉള്ളൂ. പേടിച്ചാണെങ്കിലും അവർ പറയുന്നത് ചെയ്യാൻ അവൻ തീരുമാനിക്കുന്നു. ഉള്ളിലേക്ക് കടന്ന അവനാകട്ടെ പേടിച്ച് നിലവിളിക്കുന്നതും കേൾക്കാം. പിന്നീട് ആ സംഭവം പോലീസുകാരന്റെ അടുത്തെത്തുകയും അരവിന്ദ് കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ എല്ലാവരും പുറത്താക്കുമെന്ന് അയാൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സാറ പറയുന്നുണ്ട്, ഈ ഒരു ഐഡിയ സാർ തന്നെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. സാറിന്റെ സീനിയേഴ്സ് സാറിനോട് ചെയ്തത് ഇത് തന്നെയല്ലേ. ഡോക്ടേഴ്സ് ആയിരിക്കുമ്പോൾ കുറച്ച് ധൈര്യമൊക്കെ വരാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അത് ഞങ്ങൾ ഇവനോട് ചെയ്തതേ ഉള്ളൂ. നിനക്കെന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് അരവിന്ദനോട് അയാൾ ചോദിക്കുമ്പോൾ അവന് പരാതി ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്കെതിരെ ഒരു ആക്ഷനും എടുക്കുന്നില്ല. ആ സംഭവത്തിന് ശേഷം സാറേ അരവിന്ദും എല്ലാം തന്നെ നല്ല ഫ്രണ്ട്സ് ആയി മാറിയിരുന്നു. കഥ പ്രസന്റിലേക്ക് വരുന്നു. കീർത്തിയാകട്ടെ ആ രണ്ട് ഫിംഗർ പ്രിന്റ്സും മാച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അത് സാറ തന്നെയാണെന്ന് അവൾക്ക് ഉറപ്പായി. അവൾ പഴയ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ സാറയും കൂട്ടരും നടത്തിയ കുറച്ച് സമരത്തെ പറ്റി എല്ലാം തന്നെ കാണുന്നുണ്ട്. അന്നത്തെ മന്ത്രി തോമസ് ലൂക്കയാകട്ടെ അവിടുത്തെ ക്യാന്റീൻ ഓർഗാനിക് ക്യാന്റീൻ ആക്കി മാറ്റാനുള്ള ചടങ്ങിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. എന്നാൽ അയാൾക്കെതിരെ സാറയും ഷാനു ഉൾപ്പെടെ എല്ലാവരും സമരം ചെയ്യുന്നു. കാരണം അവിടെ ഒരുപാട് ഡോക്ടേഴ്സിനെ സ്ഥലം മാറ്റുകയും ആ വേക്കൻസിയിലേക്ക് മറ്റു ഡോക്ടേഴ്സ് വരാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ പേഷ്യൻസിന് വേണ്ടത്ര ഡോക്ടേഴ്സിനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ പ്രശ്നത്തിന്റെ പേരിൽ ആ മന്ത്രിയും ഇവരും തമ്മിൽ കുറെ വാക്കുതർക്കം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കെ അവളുടെ മനസ്സിലേക്ക് വീണ്ടും ആ ഹാലുസിനേഷൻ വരുന്നുണ്ട്. ആരോ സാറെ ആക്രമിക്കുന്നതും അവളെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെയായിട്ടാണ് അവൾ കാണുന്നത്. പെട്ടെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ കഷ്ണം കത്തുന്നു. അതിൽ ബാക്കി എല്ലാവരുടെയും ഫോട്ടോ കത്തിപ്പോകുമ്പോഴും ഷാനുവിന്റെ ഫോട്ടോ മാത്രം ബാക്കിയാകുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ആ ന്യൂസിലെല്ലാം തന്നെ വീപ്പിക്കുള്ള അസ്ഥികൂടം സാറയുടേതാണെന്ന് കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളായിരുന്നു. 2018 മാർച്ച് 24 സാറയെ കാണാതായത്. ആ ന്യൂസ് കണ്ടുകൊണ്ട് അവിടേക്ക് ഷാനുവും വരുന്നു. കീർത്തിയും ഷാനുവിനെ കാണുന്നു. പിന്നീട് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഷാജി ഡോക്ടർ ആകട്ടെ സാറയോട് വന്ന് സംസാരിക്കുന്നുണ്ട്. അയാൾ അവളെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവളാകട്ടെ അയാളോട് പറയുന്നുണ്ട് താൻ ഓൾറെഡി കമ്മിറ്റഡ് ആണെന്ന്. ഇതറിഞ്ഞ് ഷാനു വന്ന് ചോദിക്കുന്നുണ്ട്, നീ അയാളോട് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന്. ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവൾ പറയുന്നു. അത് ആരാണെന്ന് ചോദിച്ചിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നില്ല. ഷാനുവിന് അവളോട് ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ അവൾ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞതും അവൻ ആകെ ടെൻഷനായി. അത് ആരാണെന്ന് അറിയാനായിരുന്നു അവന്റെ ആഗ്രഹം. അവൻ ക്രിസ്ത്യനാണോ ഹിന്ദു ആണോ എന്നൊക്കെ അവൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒന്നിനും തന്നെ അവൾ ഉത്തരം പറഞ്ഞില്ല. അപ്പൊ നിനക്ക് യഥാർത്ഥത്തിൽ ആളുണ്ടോന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്കെന്താണെന്നാണ് അവൾ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ സാറ സ്നേഹിക്കുന്നതും ഷാനുവിനെ തന്നെയായിരുന്നു. അവൾ അത് അവനോട് തുറന്ന് പറയാത്തതാണ്. അവനെ വെറുതെ വട്ടം കറക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അവനാകട്ടെ 10-20 ദിവസത്തെ ഒരു ക്യാമ്പിന് വേണ്ടിയിട്ട് ഒരിടത്തേക്ക് പോകാൻ ഇറങ്ങിയാണ്. ആ സമയത്ത് അവൾ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ ആകെ സങ്കടത്തിലായിരുന്നു. എന്നാൽ അവൾ വന്ന് അവനോട് പറയുന്നുണ്ട് താൻ സ്നേഹിക്കുന്ന വ്യക്തി ഒരു മുസ്ലിം ആണെന്ന്. എനിക്ക് ജാതിയും മതമൊന്നും പ്രശ്നമല്ല, നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന് അവൾ അവനെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് അവന് ശരിക്കും ആശ്വാസമായത്. അവള് തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് തിരിച്ചു വരുമ്പോ അവളോട് തന്റെ ഉള്ള പ്രണയവും തുറന്നു പറയാനായിരുന്നു അവന്റെ തീരുമാനം. പക്ഷെ അവൻ തിരിച്ചു വരുമ്പോഴേക്കും സാറയെ കാണാതായ ന്യൂസ് ആയിരുന്നു അറിയുന്നത്. അതിന്റെ പേരില് സാറയുടെ ഫ്രണ്ട്സിനെ ഉൾപ്പെടെ കുറെ പേരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. കുഞ്ചറിയാനാകട്ടെ ഓൾറെഡി കേൾവിക്കുറവുണ്ടായിരുന്നു. അതിന്റെ കൂടെ പോലീസുകാരുടെ മർദ്ദനവും അവന് സഹിക്കാൻ വയ്യാതെയായി. ഇതൊക്കെയാണ് അന്ന് സംഭവിച്ചത്. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. അരവിന്ദിന്റെ സഹായത്തോടു കൂടി ഷാനു ആകട്ടെ കീർത്തിയെ കാണാൻ വരുന്നുണ്ട്. കീർത്തി സാറയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതെല്ലാം തന്നെ അരവിന്ദ് പറഞ്ഞിട്ട് ഷാനുവിന് അറിയാമായിരുന്നു. താൻ ഹാലുസിനേഷനിലൂടെ എന്താണ് കണ്ടതെന്നൊക്കെ അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. നന്നായിട്ട് മദ്യപിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ അവനോട് സംസാരിക്കാൻ അവൾക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ പറയുന്നുണ്ട് അവളെ എന്തിനു വേണ്ടിയിട്ട് ആര് കൊന്നു എന്ന് തനിക്ക് കണ്ടെത്തിയെങ്കിലേ പറ്റൂവെന്ന്. എന്നാൽ ബോധമുള്ളപ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് അവളെ ഇറക്കി വിടുകയാണ്. ആ സമയത്ത് വീണ്ടും അവൾ ആ ഹാലുസിനേഷനിലേക്ക് പോകുന്നു. ഇത്തവണ അവളുടെ ലാപ്ടോപ്പില് ആ ബോൾ വന്ന് വീണിട്ട് സാറയുടെ മെയിൽ ഐഡിയും പാസ്വേഡും എല്ലാം അടിക്കുന്നതായിട്ടാണ് അവൾ ഹാലുസിനേറ്റ് ചെയ്യുന്നത്. ഹാലുസിനേഷനിൽ നിന്ന് തിരിച്ചു വന്നതും അവൾ അതെല്ലാം തന്നെ ഓർത്തെടുത്ത് സാറയുടെ മെയിൽ ഐഡിയിലേക്ക് കയറുന്നു. അവൾ സെൻഡ് ചെയ്യാതെ ഡ്രാഫ്റ്റിൽ വെച്ചിരുന്ന ഒരു മെയിൽ കാണുകയും ചെയ്യുന്നുണ്ട്. അവൾ ഇത് വായിക്കാൻ തുടങ്ങുമ്പോൾ കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്കാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് അവരുടെ എമർജൻസി ഗ്രൂപ്പുകളിലേക്കെല്ലാം തന്നെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സാറയും കൂട്ടുകാരും ആ മെസ്സേജ് വായിച്ചു നോക്കുന്നു. ഓർഗാനിക് ക്യാന്റീനിൽ നിന്നും ആഹാരം കഴിച്ച മുല്ലക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റുവെന്നും അവരെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുവെന്നും. എന്നാൽ സാറയും കൂട്ടുകാരും പോയി നോക്കുമ്പോൾ അവിടെ ആരെയും തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ അതിനു മുൻപ് ന്യൂസ് വന്നു എന്ന് അവർ ചിന്തിക്കുന്നു. കുറച്ചു
നേരം കഴിയുമ്പോഴാണ് കുട്ടികളെയും കൊണ്ട് അവിടേക്ക് ആംബുലൻസുകൾ വരുന്നത്. ആ സംഭവം കാരണം പ്രതിപക്ഷം എല്ലാം തന്നെ തോമസിനെതിരാകുകയാണ്. കാരണം ആ സമയത്തെ മന്ത്രി അയാളായിരുന്നല്ലോ, അയാളാണല്ലോ ഈ ക്യാൻറ്റീൻ എല്ലാം തന്നെ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ കുട്ടികൾക്കൊന്നും തന്നെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, എല്ലാവരും റിക്കവർ ആവുകയായിരുന്നു. റൗണ്ട്സിന് പോകുന്നതിനിടയിൽ സാറയുടെ കൂട്ടുകാരൻ നടന്നു പോകുമ്പോൾ ഒരു കുട്ടിയുടെ ബെഡിന്റെ അടുത്ത് നിന്നും ഒരു ചെറിയ മെഡിസിന്റെ ബോട്ടിൽ കാണുകയും അതെടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി സാറ നോക്കുമ്പോഴാകട്ടെ ആ കുട്ടി മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിന്റെ പേരൻസ് എല്ലാം വന്ന് നിന്ന് കരയുന്നുണ്ടായിരുന്നു. ശരിക്കും ആ കുട്ടി നമ്മുടെ കീർത്തിയുടെ സഹോദരനായ കാളിദാസ് ആയിരുന്നു. കുട്ടിയുടെ മരണവും ആ വാർത്തയെ പറ്റി എല്ലാം തന്നെ സാറ ആലോചിക്കുകയായിരുന്നു. കാരണം കുട്ടികളെ അഡ്മിറ്റ് ചെയ്തു എന്ന് ഗ്രൂപ്പിലെല്ലാം വാർത്ത വന്നതിന് ശേഷമാണ് കുട്ടികളെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിലെന്തോ പന്തികേട് അവൾക്ക് തോന്നി. നൈറ്റ് റൗണ്ട്സിന് പോയപ്പോൾ തന്റെ ഫ്രണ്ട് ആ കുട്ടിയുടെ ബെഡിന്റെ അടുത്ത് നിന്നും എടുത്ത് വേസ്റ്റ് ബിന്നിലിട്ട ആ ഒരു മെഡിസിൻ കുപ്പി തേടി സാറ പോകുന്നു. അത് പ്രൊപ്പോഫോൾ എന്ന മെഡിസിൻ ആയിരുന്നു. കൂടുതൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവൾ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും കണ്ടെത്തുന്നു. വാർഡില് ആ ഒരു അനസ്തെറ്റിക് ഡ്രഗ് എങ്ങനെ വന്നു എന്ന് അവൾ ഡോക്ടർ റബേക്കയോട് ചോദിക്കുന്നു. മനഃപൂർവ്വം ആ കുട്ടിയുടെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്ത് അതിനെ കൊല്ലുകയായിരുന്നു. ഒരു സാധാരണക്കാരന് ആക്സസിബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് അല്ലായിരുന്നു അത്. മാത്രമല്ല ആ ഗ്രൂപ്പിൽ വന്ന വാർത്തയെ പറ്റിയും അവൾ പറയുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ട്, ഇതിന്റെ പിന്നിലുള്ള സത്യങ്ങൾ കണ്ടെത്തണമെന്ന് സാറ റബേക്കയോട് പറയുന്നുണ്ട്. തൽക്കാലം ഇപ്പൊ ആരോട് ഇത് ഷെയർ ചെയ്യാൻ നിൽക്കണ്ട, പോറ്റി സാറിനോട് നമുക്ക് നേരിട്ട് സംസാരിക്കാമെന്നാണ് റബേക്ക പറയുന്നത്. അത് കാരണം റബേക്കയുടെ അനുവാദം കിട്ടുന്നത് വരെ സാറ വെയിറ്റ് ചെയ്തു. എന്നാലും അവളൊരു മെയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റബേക്കയുടെ അനുവാദം കിട്ടിയ ശേഷം അയക്കാമെന്ന് കരുതിയിട്ട് അവളത് ഡ്രാഫ്റ്റിൽ തന്നെ ഇട്ടിരുന്നു. സാറയുടെ മരണത്തിനും ഇതിനും എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. അവൾ ഈ കാര്യങ്ങൾ ഷാനുവിനോടും അരവിന്ദിനോടും പറയുന്നു. തന്റെ അനിയന്റെ മരണവും ഒരു കൊലപാതകമാണെന്ന് കീർത്തിക്ക് മനസ്സിലായി. ആ കാര്യം കണ്ടെത്താൻ ശ്രമിച്ച സാറയാണ് പിന്നീട് കാണാതായതും കൊല്ലപ്പെട്ടതും. പോസ്റ്റ്മോർട്ടത്തിൽ തന്റെ അനിയന്റെ മരണത്തിൽ ഈ കാര്യം സംശയമായിട്ട് തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ബോഡിയിൽ ഡ്രഗ്സ് ഉണ്ടോ എന്നൊക്കെ കണ്ടെത്തുന്നതിന് പ്രത്യേകം ടെസ്റ്റ് ഉണ്ട്. ഫുഡ് പോയിസണിംഗ് മൂലമുണ്ടായ മരണമായതുകൊണ്ട് തന്നെ അങ്ങനൊരു ടെസ്റ്റ് ഒന്നും അതിൽ നടത്തേണ്ട ആവശ്യം അപ്പോൾ ആരും ഉന്നയിച്ചില്ല. ഇവിടെ പോലീസുകാർ ആ വീപ്പയുടെ പുറകെ തന്നെയായിരുന്നു. സാറ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ആ കെമിക്കൽസ് കൊടുത്തിരിക്കുന്ന കൺസ്ട്രക്ഷൻ സൈറ്റുകളുടെ ലിസ്റ്റ് എടുക്കുന്നുണ്ട് അവര്. മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു SI ആകട്ടെ ഇപ്പോൾ സൈബർ സെല്ലിലാണ് ജോലി ചെയ്യുന്നത്. കസ്റ്റഡി മരണം കാരണം പണിഷ്മെന്റ് ട്രാൻസ്ഫർ ചെയ്ത് സൈബർ സെല്ലിലാക്കിയതാണ് അയാളെ. അന്ന് സാറയുടെ മിസ്സിംഗ് കേസ് അന്വേഷിച്ചതും ഇയാളായിരുന്നു. അന്ന് നിങ്ങൾ സാറയുടെ 3 ഫ്രണ്ട്സിനെയും ആ വാച്ച്മാനെ എല്ലാം കസ്റ്റഡിയിൽ എടുത്തിരുന്നല്ലോ, അതിനുശേഷം എന്താ സംഭവിച്ചതെന്നൊക്കെ SIയോട് ചോദിക്കുന്നു. അവരെയൊന്നും ചോദ്യം ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല എന്നാണ് അയാൾ പറയുന്നത്. അതേസമയം ഇവിടെ ഡോക്ടർ റബേക്കയ്ക്ക് സാറയുടെ മെയിൽ ഐഡിയിൽ നിന്നും അവൾ അന്ന് അയക്കാൻ വെച്ചിരുന്ന ആ മെയിൽ സെൻഡ് ചെയ്യുകയാണ് കീർത്തിയും കൂട്ടരും. എന്നിട്ട് അവർ ആ മെയിൽ കണ്ടു കഴിയുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവര് റബേക്കയെ വാച്ച് ചെയ്യുന്നു. ആ മെയിൽ കണ്ട് ശരിക്കും റബേക്ക ഞെട്ടിത്തെറിക്കുകയായിരുന്നു. റബേക്കയുടെ കൂടെ പോറ്റി സാറും ചേർന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കീർത്തി പോറ്റിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. റബേക്കയുടെ കൂടെ പോറ്റിയും ചേർന്നിട്ടുണ്ടെങ്കിൽ ആ മെയിൽ കണ്ട ഉടനെ അവർ പോറ്റിയെ വിളിക്കുമായിരുന്നു. എന്നാൽ അവര് വിളിച്ചത് പോറ്റിയായിരുന്നില്ല, മറ്റാരെയോ ആയിരുന്നു. അതിനുശേഷം ടെൻഷനോടുകൂടി അവരവരുടെ വീട്ടിലേക്കും പോയി. ഷാനു ആകട്ടെ അവരെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അവൻ കാറിലേക്ക് കയറുന്ന കണ്ടിട്ട് കീർത്തിയും അവന്റെ കൂടെ ചെന്ന് കയറി. റബേക്ക വീട്ടിലേക്ക് കയറിപ്പോയതും ഷാനു ആരും കാണാതെ അവരുടെ ഗേറ്റിന്റെ സൈഡിൽ കൂടി മതിൽ ചാടി വീടിനുള്ളിലേക്ക് കടക്കുന്നു. ആ സമയത്ത് കീർത്തിക്ക് വീണ്ടും ആ ഹാലുസിനേഷൻ വരികയാണ്. അതായത് ആ ഒരു ടെന്നീസ് ബോൾ റബേക്കയുടെ അടുത്തേക്ക് വരുന്നതും റബേക്കയെ ആരോ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതുമാണ് അവൾ കാണുന്നത്. കറക്റ്റ് ആ സമയത്ത് തന്നെ അവിടെ ടെൻഷനോട് ഇരുന്നു കൊണ്ടിരുന്ന റബേക്കയുടെ അടുത്തേക്ക് സാറയുടെ ആത്മാവ് വരികയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഷാനു അവിടേക്ക് പോയി നോക്കുമ്പോൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന റബേക്കയായിരുന്നു. അവര് വിളിച്ചിട്ട് അവരുടെ കൂട്ടാളി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ കൂട്ടാളിയെ കണ്ടിട്ട് ഷാനു ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. അത് കുഞ്ചറിയാനാണ്, സാറയുടെയും ഷാനുവിന്റെയും ഫ്രണ്ട്. ഷാനു പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചുപോയി. കുഞ്ചറിയാൻ ആ ഒരു സീൻ കണ്ടിട്ട് പോലീസുകാരെ വിളിക്കുകയും ചെയ്തു. പോലീസുകാർ വന്ന് അവിടെയെല്ലാം പരിശോധിച്ചെങ്കിലും അത് കണ്ടിട്ട് കൊലപാതകം പോലെയാണ് തോന്നുന്നത്. ആത്മഹത്യയായിട്ട് അവർക്ക് തോന്നുന്നില്ല. എന്നാൽ അവിടെ നിന്നും മറ്റാരുടെയും ഫിംഗർ പ്രിന്റ്സ് ഒന്നും തന്നെ ഇവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഫോറൻസിക് ടീമിന്റെ കൂടെ കീർത്തിയും ഉണ്ടായിരുന്നു. അവൾ അവിടെ പൊട്ടിക്കിടക്കുന്ന ചില്ലുകൾക്കുള്ളിൽ സാറയുടെ മുഖം കാണുന്നുണ്ട്. പോലീസുകാർ സംശയിക്കുന്നത് കുഞ്ചറിയാനെയാണ്. റബേക്ക വിളിച്ചിട്ടാണ് അവൻ അവിടേക്ക് വരുന്നത്. അവൻ അവിടേക്ക് എൻ്റർ ആകുന്ന ടൈമും റബേക്ക മരിക്കുന്ന ടൈമും സെയിം ആണ്. എന്നാൽ താനൊന്നും ചെയ്തിട്ടില്ല എന്ന് കുഞ്ചറിയാൻ പറയുന്നു. എന്താണെങ്കിലും സാറാ മർഡർ കേസിന്റെ പേരിൽ നിങ്ങളെ ഒന്നുകൂടി ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്നും അവർ പറഞ്ഞുവിടുന്നു. ഇനി വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. കുഞ്ചറിയാന് ഇതിൽ എന്താണ് ബന്ധമെന്ന്. കീർത്തിയുടെ സഹോദരനായ കാളിദാസൻ അങ്ങനെ ഫുഡ് പോയിസൺ അടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവനെ നോക്കിക്കൊണ്ടിരുന്നത് കുഞ്ചറിയാനായിരുന്നു. അവൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു. പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് ആക്കാമെന്നും പറയുന്നുണ്ട്. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ റബേക്ക അവനെ വിളിപ്പിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് അക്ബർ എന്ന് പറയുന്ന ഒരാൾ കൂടി ഇരിപ്പുണ്ടായിരുന്നു. മിറാക്കിൾ ആർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു ഈ അക്ബർ. ഫുഡ് പോയിസണിംഗ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടിരിക്കുന്ന മുല്ലക്കൽ സ്കൂളിലെ ഒരു കുട്ടി മരിച്ചു എന്നുള്ള വാർത്തയായിരുന്നു അത്. ആ വാർത്ത സത്യമാക്കുക, അത് ഏത് കുട്ടിയാണെന്ന് ഡോക്ടറിന് തീരുമാനിക്കാനും പറയുന്നു. ഇത് കേട്ടതും കുഞ്ചറിയാൻ ഞെട്ടി. ആ സമയത്ത് ഭരിക്കുന്ന പാർട്ടിയെ തരം താഴ്ത്താനും ആ മന്ത്രി തോമസിന് പണി കൊടുക്കാനും പ്രതിപക്ഷം ചെയ്യുന്ന പരിപാടിയായിരുന്നു ഇതെല്ലാം തന്നെ. എന്നാൽ ഒരു കുട്ടിയെ കൊല്ലാൻ കൂട്ടു നിൽക്കാൻ തനിക്ക് പറ്റില്ല എന്ന് കുഞ്ചറിയാൻ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്യാന്റീനിൽ ഫുഡ് പോയിസണിംഗ് ഉണ്ടാകാൻ കാരണം പോലും ഇവർ തന്നെയായിരുന്നു. ഇവര് മനഃപൂർവ്വം സർക്കാരിനെ താഴെയിടാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു ഇതെല്ലാം തന്നെ. അതുകൊണ്ട് ഇനിയൊരു കുട്ടി കൂടി മരിച്ചെങ്കിൽ
ഉണ്ടെങ്കിൽ മാത്രമേ മന്ത്രിക്കെതിരെ ആൾക്കാർ രംഗത്തിറങ്ങൂ. ആദ്യമൊക്കെ എതിർത്തു നിന്ന കുഞ്ചറിയാനെ അവർ കുറെ കാശ് കൊടുത്ത് മയക്കുന്നതോടുകൂടി അവൻ അതിന് സമ്മതിക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് ആ ഡ്രഗ് വാങ്ങിയിട്ട് അവൻ പോയി ആ കുട്ടി കിട്ടുന്ന ട്രിപ്പിലേക്ക് അത് കുത്തിവെക്കുന്നുണ്ട്. അവിടെ നിന്നും തിരിഞ്ഞു നടക്കാൻ നേരത്ത് പാതി മയക്കത്തിൽ ആ കുട്ടി അവന്റെ കയ്യിൽ കയറി പിടിക്കുന്നു. ആ നേരം പേടിച്ചുപോയ അവന്റെ കയ്യിൽ നിന്നും താഴേക്ക് വീണ ആ ഡ്രഗിന്റെ ബോട്ടിലാണ് പിന്നീട് സാറയുടെ സുഹൃത്തിന് കിട്ടുന്നതും എടുത്ത് വേസ്റ്റ് ബിന്നിലിടുന്നതും. സാറ നീ കാര്യങ്ങളെല്ലാം കണ്ടെത്തി റബേക്കയെ അറിയിച്ചതോടുകൂടി റബേക്ക ആകെ ടെൻഷനിലായി. അക്ബറിനോടും കുഞ്ചറിയാനോടും കാര്യങ്ങൾ പറഞ്ഞു. സാറയെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതെന്നും അവൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യൂ എന്നും കുഞ്ചറിയാൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സാറയെ കൊല്ലുകയല്ലാതെ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. കുഞ്ചറിയാൻ അതിനെ എതിർത്തെങ്കിലും അക്ബർ അവനെ ഭീഷണിപ്പെടുത്തുന്നു. സാറയെ കൊല്ലാൻ നീ കൂട്ടുനിന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ മരണമെല്ലാം അവന്റെ തലയിൽ വെച്ച് കിട്ടുമെന്നും അവന്റെ ലൈസൻസ് തന്നെ ക്യാൻസൽ ആക്കുമെന്നും പറയുന്നുണ്ട്. വേറെ നിവൃത്തിയില്ലാതെ അവരുടെ കൂടെ വീണ്ടും ഒരു ക്രൈമിന് കൂടി അവൻ കൂട്ടുനിൽക്കേണ്ടതായി വരുന്നു. അങ്ങനെ അന്ന് രാത്രി ഹോസ്റ്റലിൽ നിന്നും പുറത്തേക്ക് പോയ സാറയെ ആക്സിഡന്റിലൂടെ അവർ തട്ടിക്കൊണ്ടു പോവുകയും ആ മോർച്ചറിയിലേക്ക് കൊണ്ടുവന്ന ശേഷം അവളെ അവിടെ വെച്ച് ദാരുണമായി കൊലപ്പെടുത്തുകയുമായിരുന്നു. രക്ഷപ്പെടാൻ ഓടാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണ ആ ടെന്നീസ് ബോൾ എടുത്തിട്ട് അവളുടെ വായിൽ തന്നെ തിരികിയിട്ട് അവർ ആ വീപ്പയിലേക്ക് അവളെ ഇട്ടിട്ട് അതിൽ കോൺക്രീറ്റ് നിറച്ച് അവളെ കൊല്ലുന്നു. ഇവിടെ ഷാനുവും കൂട്ടരും കുഞ്ചറിയാനെ കൈയോടെ പൊക്കിയിരുന്നു. അവൻ അവരോട് പറയുന്ന സത്യങ്ങളാണ് ഇത്രയും നേരം കാണിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം കേട്ട ഷാനു ആകട്ടെ ആകെ തകർന്നു പോയിരുന്നു. കൂടെ നിന്ന് ചതിച്ചതിന് ഷാനു അവനെ ഒരുപാട് ഇടിക്കാൻ തുടങ്ങി. ആ ബഹളത്തിന്റെ ഇടയ്ക്ക് കീർത്തി അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ കുഞ്ചറിയാൻ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടോടുന്നുണ്ട്. അവന്റെ ഹിയറിംഗ് ഡിവൈസ് അവിടെ എവിടെ വീണു പോയിട്ടുണ്ടായിരുന്നു. അവൻ ഓടി ഓടി നേരെ ചെന്ന് കയറുന്നത് ഒരു റെയിൽവേ ട്രാക്കിലേക്കാണ്. ആ സമയത്ത് കീർത്തിക്ക് വീണ്ടും ഹാലുസിനേഷൻ വരുന്നുണ്ട്. അവൻ ട്രെയിൻ ഇടിച്ച് മരിക്കുന്നതായിട്ട്. അവനെ രക്ഷിക്കാൻ അവിടേക്ക് ചെന്നപ്പോഴേക്കും ആ ട്രെയിൻ ഇടിച്ച് അവൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ആ സൈക്കോളജിസ്റ്റിനോട് പറയുന്നു. തന്റെ വിഷനിലൂടെ ഓരോരുത്തരും മരിക്കുന്നതാണ് അവൾ കാണുന്നത്. ആ ആത്മാവാണ് ഇതിന്റെ എല്ലാം തന്നെ പിന്നില്. സാറയുടെ ആത്മാവ് ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിന് കൂട്ടുനിൽക്കാൻ പറ്റില്ല എന്നും കീർത്തി പറയുന്നു. അതേസമയം പോലീസുകാര് റബേക്കയുടെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെ ഷാനു അവിടെ വന്നതിന്റെ തെളിവുകളെല്ലാം തന്നെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ഷാനുവും കൂട്ടരും റബേക്കയുടെ മരണം ആത്മഹത്യയാണെന്നുള്ള രീതിയിൽ തെളിയിക്കാനുള്ള എല്ലാ എവിഡൻസും തയ്യാറാക്കുന്നു. റബേക്കയെ കൊന്നത് സാറയുടെ ആത്മാവാണെന്ന് ആരോടും തുറന്നു പറയാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഷാനുവിനെതിരെ തെളിവുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓൾറെഡി തന്നെ പല കാര്യങ്ങളും പോറ്റി സാറിനോട് പറയുന്നത്. ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത ഡേറ്റും ഇമെയിൽ അയച്ച ഡേറ്റും എല്ലാം തന്നെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അയച്ചതാണെന്ന് പറയാൻ പറ്റില്ല. ഇമെയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സാറ മരിക്കുന്നതിന് മുൻപാണ്. കുഞ്ചറിയുടെ മരണ കാരണം ട്രെയിൻ ഇടിച്ചിട്ടാണ്. അതിലും മറ്റൊരാൾ ഇൻവോൾവ് ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെ മരണങ്ങൾ ആത്മഹത്യയല്ലാന്നും കൊലപാതകമാണെന്നും തെളിയിക്കാൻ പോലീസിന് ഒരിക്കലും കഴിയില്ല. ഇവിടെ പോലീസുകാരാകട്ടെ റബേക്കയുടെയും മരിച്ച കുഞ്ചറിയാന്റെയും വാട്സ്ആപ്പ് ചാറ്റുകളെല്ലാം തന്നെ എടുക്കുന്നുണ്ട്. അതിൽ വീപ്പ കേസ് പൊങ്ങി വന്നതോടുകൂടി ഇവർ രണ്ടുപേരും നല്ല ടെൻഷനിലായിരുന്നുവെന്നും സാറയുടെ ബോർഡ് കിട്ടി അക്ബർ വിളിച്ചോ പോലീസുകാർക്ക് വല്ലതും മനസ്സിലായോ അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ചാറ്റുകൾ. എല്ലാം അക്ബർ നോക്കിക്കോളൂ എന്നും ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഈ അക്ബർ ആരാണെന്ന് കണ്ടെത്തണം. മാത്രമല്ല സാറ മരിക്കുന്നതിന് മുമ്പ് നടന്ന ആ ഫുഡ് പോയിസണിങ്ങിന്റെ കേസും കുട്ടിയുടെ മരണവും എല്ലാം തന്നെ നിയമസഭ ഇലക്ഷന് മുൻപായിരുന്നു. അത് ആ സർക്കാരിനെതിരെയുള്ള ആയുധങ്ങളാണെന്ന് അവർക്ക് മനസ്സിലായി. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു പോലീസുകാരനാണ് പറയുന്നത്. പക്ഷെ കൂടെയുള്ള രണ്ടുപേർക്കും ഇതൊന്നും തന്നെ രാഷ്ട്രീയപരമായിട്ട് തോന്നുന്നില്ല. ഇതിന്റെയൊക്കെ പേരിൽ അവരെയൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നും അവരാണ് ഇതിന്റെയൊക്കെ പുറകിലെന്ന് ഉറപ്പിക്കാനും പറ്റില്ല എന്നും മറ്റു പോലീസുകാർ പറയുന്നു. ഇവിടെ കീർത്തി ഷാനുവിനോട് പറയുന്നുണ്ട്, ഇനിയും സാറയുടെ ആത്മാവ് പലരെയും കൊല്ലും. പക്ഷെ ഇനി അറിഞ്ഞുകൊണ്ട് ഒന്നിനും എനിക്ക് കൂട്ടുനിൽക്കാൻ വയ്യ എന്ന്. നിന്റെ അനിയനെയും കൊന്നത് അവര് തന്നെയല്ലേന്ന് പറയുമ്പോൾ കീർത്തി പറയുന്നുണ്ട്, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ എന്റെ കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കുകയാണ്, അല്ലാതെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിൽക്കുകയല്ല. അതേസമയം അവിടെ നിന്ന് പുറത്തേക്കിറങ്ങിയ പോലീസുകാർ കാണുന്നത് ന്യൂസ് ചാനലിലെല്ലാം തന്നെ സാറയുടെ മരണത്തിന്റെ പിന്നില് മിറാക്കിൾ ആർട്സിന്റെ മാനേജിംഗ് ഡയറക്ടർ അക്ബർ ആണെന്നുള്ള വാർത്തകളാണ്. കുഞ്ചറിയെ ഇതെല്ലാം തന്നെ സമ്മതിക്കുന്ന വീഡിയോ പുറത്തു വന്നു എന്നാണ് അതിൽ പറയുന്നത്. ഈ കാര്യം പുറത്തുവിട്ടത് കീർത്തിയായിരുന്നു. അവളുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇതെല്ലാം തന്നെ പുറത്തുവിട്ടത്. മാത്രമല്ല സാറയുടെയും കാളിദാസിന്റെയും കൊലപാതകം വിരൽ ചൂണ്ടുന്നത് ആഭ്യന്തരമന്ത്രിയുടെ നേർക്കാണെന്നും അതിൽ പറയുന്നുണ്ട്. എന്നാൽ മന്ത്രിയാകട്ടെ ഇതെല്ലാം തന്നെ നിഷേധിക്കുന്നു. അതേസമയം അക്ബറിന് അയാളുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്. മുൻപ് അയാൾ തയ്യാറാക്കിക്കൊണ്ടിരുന്ന പോലത്തെ ഒരു മെസ്സേജ്. അതായത് ഒരു കാര്യം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ വാർത്ത കൊടുക്കും, അതിനുശേഷം ആ കാര്യം ചെയ്യും. ഇവിടെ അയാൾ കൊല്ലപ്പെട്ടു എന്നുള്ള ന്യൂസാണ് അയാളുടെ ഫോണിലേക്ക് തന്നെ വരുന്നത്. അതിനർത്ഥം അയാൾ ഏതു നിമിഷവും കൊല്ലപ്പെടാമെന്നാണ്. അതേസമയം പോലീസുകാരും അക്ബറിനെ അന്വേഷണം നടക്കുകയായിരുന്നു. അവരും അക്ബറിന്റെ ഫോൺ ലൊക്കേറ്റ് ചെയ്ത് അവൻ ഉള്ളിടത്തേക്ക് പോകുന്നു. എന്നാൽ തന്റെ പിറകെ ആരോ ഉണ്ടെന്ന് പേടിച്ച് അക്ബർ ആകട്ടെ പെട്ടെന്ന് കാറിലേക്ക് കയറി പോകാൻ നേരം അയാളെ ആരോ പിന്നിൽ നിന്നും ആക്രമിക്കുന്നു. അത് നമ്മുടെ ഷാനു ആയിരുന്നു. ഷാനു അരവിന്ദും ചേർന്നിട്ട് അക്ബറിനെ ആ പഴയ മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഏത് ഡ്രഗ് ഉപയോഗിച്ചാണോ കാളിദാസിനെ കൊന്നത് ആ ഡ്രഗ് തന്നെ അവന്റെ ശരീരത്തിൽ കുത്തിവെക്കാനുള്ള തീരുമാനത്തിലായിരുന്നു. പോലീസുകാർ അക്ബറിനെ തേടി പോകുമ്പോൾ അയാളുടെ ഫോൺ മാത്രമാണ് തറയിൽ കടന്നു കിട്ടുന്നത്. അവർ അക്ബറിന്റെ ഫോണിലെ ഡേറ്റാസ് എല്ലാം തന്നെ റിട്രീവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഞെട്ടിക്കുന്ന എന്തോ ഒരു കാര്യം അവർക്ക് കിട്ടുന്നുണ്ട്. ആ നമ്പർ ട്രേസ് ചെയ്യാനും പറയുന്നുണ്ട്. അത് കണ്ട് ശരിക്കും ആ SI ശ്യാംലാൽ പോലും ഞെട്ടിപ്പോയി. അതിനർത്ഥം അവരെയെല്ലാം ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ആരോ ഇതിൽ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഇവിടെ അക്ബറിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഷാനുവിന്റെയും അരവിന്ദിന്റെ അടുത്തേക്ക് ആരോ കീർത്തിയെ കൊണ്ടിടുന്നു. കീർത്തി അയാളെ കണ്ട് പേടിച്ചു നിൽക്കുകയായിരുന്നു. ഈ കഥയിലെ യഥാർത്ഥ വില്ലനെ കണ്ട് ഷാനുവും അരവിന്ദും ഞെട്ടി.
അത് മറ്റാരുമായിരുന്നില്ല, ആ കേസ് അന്വേഷണത്തിന്റെ ചുമതലയുള്ള സൈറാം എന്ന പോലീസുകാരൻ തന്നെയായിരുന്നു. അക്ബർ ജോലി ചെയ്യുന്ന ആ മിറാക്കിൾ ആർട്സ് എന്ന കമ്പനിയുടെ യഥാർത്ഥ ഓണർ അയാളാണ്. PR വർക്കിനും മറ്റുമായിട്ട് അയാളുടെ അടുത്തേക്ക് വരുന്ന എല്ലാവർക്കും 100% ഉറപ്പായിരുന്നു അയാൾ കൊടുത്തുകൊണ്ടിരുന്നത്. അയാളുടെ ക്ലയന്റ് ആയിരുന്നു ഈ ശശീന്ദ്രൻ എന്ന ആഭ്യന്തരമന്ത്രി. അന്ന് അയാൾക്ക് വേണ്ടിയിട്ടാണ് പ്രതിപക്ഷത്തിൽ നിന്നിരുന്ന തോമസിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുകയും കാളിദാസിനെ കൊല്ലുകയും ചെയ്തത്. ഇനി ഇതെല്ലാം പുറത്തു വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ എല്ലാ കളികളും പാളുമെന്നും തങ്ങളുടെ ക്ലയന്റിന് കൊടുക്കുന്ന വിശ്വാസമെല്ലാം നഷ്ടപ്പെടുമെന്നും അയാൾക്ക് മനസ്സിലായി. അയാളുടെ എല്ലാ പ്ലാനിങ്ങും നശിപ്പിച്ചത് ഷാനുവും കൂട്ടരുമാണ്. അതുകൊണ്ട് അവരോട് പ്രതികാരം ചെയ്യാനായിരുന്നു അയാൾ ഇവിടേക്ക് വന്നത്. അങ്ങനെ അവിടെ വെച്ച് വലിയ ഫൈറ്റ് നടക്കുകയാണ്. പക്ഷെ ആ ഫൈറ്റിനിടയിൽ ഷാനുവിനെ അരവിന്ദിനെ രക്ഷിക്കാൻ സാറയുടെ ആത്മാവ് അവിടേക്ക് വരുന്നു. തന്നെ കൊന്ന ആ 2 പേരെയും അവൾ അവിടെ വെച്ച് കൊല്ലാനായിരുന്നു തീരുമാനിച്ചത്. ആത്മാവിന്റെ പ്രസൻസ് അവിടെ കണ്ടതും ശരിക്കും അക്ബറും സായിയും ഞെട്ടിപ്പോയി. അവിടെ വെച്ച് തന്നെ കൊന്ന ആ 2 പേരെയും അതിക്രൂരമായിട്ട് സാറ കൊല്ലുകയാണ്. തന്നെ അവർ എങ്ങനെയാണ് ഉപദ്രവിച്ചതെന്നും എങ്ങനെയാണ് കൊന്നതെന്നും ഒക്കെ അവൾ അവളുടെ മനസ്സിൽ ഓർക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മറ്റു പോലീസുകാർ അവിടേക്ക് വരുന്നതും ഷാനുവും കീർത്തിയും സംസാരിച്ചുകൊണ്ട് അവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതുമാണ്. കീർത്തിയോട് യാത്ര പറഞ്ഞിട്ട് ഷാനു അവിടെ നിന്ന് പോകുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മാത്രമല്ല നമ്മുടെ ഫസ്റ്റ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.